എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 76 ശ്ലോകം 24 മുതൽ 33 വരെ 10 ശ്ലോകങ്ങൾ. ഈ 10 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അങ്ങനെ അതിഭയങ്കര യുദ്ധം സാൽവനും യദുക്കളുടെ പ്രദ്യുമ്നനും കൂടിയിട്ട് രണ്ട് സൈന്യങ്ങളും ഒരുപോലെ ഗംഭീരമായിട്ടുള്ള യുദ്ധമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 24. ശരൈരഗ്നിർക്ക സംസ്പർശൈ ആശീവിഷദുരാസദൈ പീഡ്യമാന പുരാണീക സാല്ലോ മുഖ്യൽ പരേരിതൈ. യദുവീരന്മാരായ ശത്രുക്കൾ അയക്കുന്ന ബാണങ്ങള് അഗ്നിയെ പോലെ ദഹിപ്പിക്കുന്നതായിരുന്നു. പിന്നെയോ സൂര്യകിരണം പോലെ ഒരേ സമയത്ത് ശരീരത്തില് സർവത്ര വന്നിങ്ങനെ തറയ്ക്കുക. അപ്പൊ കാളകൂട വിഷം പോലെ ഒരു സ്പർശത്തിൽ തന്നെ ദേഹത്തെ മുഴുവൻ അങ്ങോട്ട് വ്യാപിച്ച് ദേഹത്തെ നശിപ്പിക്കുക. അതിഭയങ്കര അങ്ങനത്തെ ഉള്ള ബാണങ്ങളാണ് യദുക്കളുടെ. ഇങ്ങനെയുള്ള ആ ബാണങ്ങളുടെ വർഷത്താൽ സൗഭം എന്ന പുരവും സൈന്യങ്ങളും ഒക്കെ വളരെ അപകടത്തിൽ ഇങ്ങനെ പെട്ട് സങ്കടപ്പെടുന്നത് കണ്ടു. വല്ലാത്ത വിഷമായി സാൽവന്. സാൽവാനീക വശസ്ത്രൗഘൈ വൃഷ്ണിവീരാ വൃഷാർദിത ന തത്യജുരണം സും സും ലോകദ്വയ ജിഗീഷവ. അതേപോലെ തന്നെ അവരും യാദവന്മാരും വളരെ വിഷമിച്ചു എന്ന് പറയുന്നു. സാല്യ സേനാനായകന്മാര് പ്രയോഗിച്ച ആ ശരസമൂഹങ്ങളെ ഏറ്റിട്ട് യാദവ വീരന്മാര് വളരെ കഷ്ടത്തിലായി. എങ്കിലും ജയ പരാജയമൊക്കെ ലോകത്തിൽ നടക്കുന്നതാ. അതുകൊണ്ട് പിന്തിരിഞ്ഞു ഓടിപ്പോകുന്ന പരിപാടിയില്ല. അപ്പോ ജയിച്ചാൽ എങ്കിലും ഈ ജയം കൊണ്ട് ഈ ലോകത്തില് ജയിച്ചാൽ അല്ലെങ്കിലോ മരണത്തിലോ യുദ്ധം ചെയ്ത് മരിക്കുകയാണെങ്കിൽ സ്വർഗം ലഭിക്കുക. അങ്ങനെയാണ് യുദ്ധവീരന്മാരുടെ. അതുകൊണ്ട് അവര് വീരന്മാരാരും യുദ്ധം ചെയ്താൽ പിന്തിരിഞ്ഞു ഓടില്ല, എത്ര കഷ്ടം അനുഭവിച്ചാലും. അപ്പോ ഒന്നുകിൽ ജയം അല്ലെങ്കിൽ മരണം എന്നുള്ളത് വിചാരിച്ചിട്ട് തന്നെ സ്വാധീനമാക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവരവർ നിന്ന് യുദ്ധം ചെയ്യുന്ന സ്ഥലം വിട്ട് ഒരടി പോലും പിൻവാങ്ങിയില്ല. അവിടെ നിന്ന് വീരന്മാരായിട്ട് തന്നെ ധീരതയോടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു അവര്. സാൽവാമാത്യോ ദ്യുമാൻ നാമ പ്രദ്യുമ്നം പ്രാക് പ്രപീഡിത ആസാദ്യഗതയാമൗർവ്യ വ്യാഹത്യ വെനദൽ ബലി. അതിബലവാനായ ദ്യുമാൻ എന്ന സാൽവന്റെ മന്ത്രി ഇതിനു മുമ്പ് തന്നെ നേരിട്ട് യുദ്ധം ചെയ്തിട്ട് പ്രദ്യുമ്നന്റെ ആ വീര്യം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, നല്ലോണം അനുഭവിച്ചിട്ടുണ്ട് പ്രദ്യുമ്നന്റെ ബാണങ്ങളെ കൊണ്ടുള്ള പീഡനം. ഇപ്പോ എന്തു ചെയ്തു? ദേഷ്യം വന്നിട്ട് അതങ്ങോട്ട് ഓർത്തപ്പോ അയാള് ദ്യുമാൻ കാരിരുമ്പ് കൊണ്ടുള്ള ഗദ എടുത്തിട്ട് പ്രദ്യുമ്നന്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് ഗദ കൊണ്ട് ഊക്കോടെ അടിച്ചു പ്രദ്യുമ്നെ ഉറക്കലറിക്കൊണ്ട്. പ്രദ്യുമ്നം ഗദയാ ശീർണവക്ഷസ്ഥലമരിന്ദമം അപോവാഹരണാൽ സൂതോ ധർമ്മവിദ്ദാരുകാത്മജ. ശത്രുക്കളെ നശിപ്പിക്കുന്നതിനായ പ്രദ്യുമ്നൻ ആ വക്ഷസ്ഥലം ആ ഗദ കൊണ്ടുള്ള ആഘാതം അങ്ങോട്ട് ഏറ്റപ്പോ മുറിഞ്ഞു ചോര പൊടിഞ്ഞ് ആലസ്യപ്പെട്ടു വീണു. യുദ്ധമര്യാദ നന്നായി അറിയുന്ന ദാരുകപുത്രനായ പ്രദ്യുമ്നന്റെ സാരഥി വേഗം പ്രദ്യുമ്നെ എടുത്തങ്ങോട്ട് ദൂരേക്ക് ഓടിപ്പോയി. ലബ്ധസംജ്ഞോ മുഹൂർത്തേന കാർഷ്ണിസാരഥിമബ്രവീൽ അഹോ അസാധ്വിതം സൂത യൽ രണാന്മേ അപസർപ്പണം. പ്രദ്യുമ്നെ എങ്ങനെ ശുശ്രൂഷിച്ച് കൊണ്ടിരുന്നു ആ സൂതൻ. കുറച്ചു കഴിഞ്ഞപ്പോ പ്രദ്യുമ്നും ആലസ്യം മാറി, ബോധം വന്ന് എണീറ്റു. അപ്പോഴാണ്ട് വല്ലാത്ത വിഷമായി. ശ്രീകൃഷ്ണന്റെ പുത്രനായ പ്രദ്യുമ്നന് ഈ പ്രവൃത്തി കൊണ്ട് ഒട്ടും രസിക്കാതെ, സൂത, നീ എന്നെ യുദ്ധസ്ഥലത്തിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത് ഒട്ടും നന്നായില്ല. വല്ലാത്ത വിഷമായി. യുദ്ധക്കളത്തിൽ നിന്ന് തോറ്റോടിയെന്നല്ലേ എല്ലാവരും പറയുള്ളൂ. അതുകൊണ്ടാണ് ലജ്ജ കൊണ്ട് അങ്ങോട്ട് വല്ലാതെയായി സൂതനോട് കയർത്തു.
നയദൂനാം കുലേ ജാത ശ്രൂയത്തെ രണവിച്യുത വിനാമൽക്ലീപചിത്തേന സൂതേന പ്രാപ്ത കിൽബിഷാൻ. നിന്റെ മനസ്സിന് സ്ഥൈര്യമില്ലാത്ത അതുകൊണ്ടല്ലേ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞവൻ എന്നുള്ള ദുഷ്കീർത്തി എന്നെ ബാധിക്കാൻ ഇടവന്നത്. നീ കാരണല്ലേ ഇതെനിക്ക് ഇങ്ങനെ ഒരു ദുഷ്കീർത്തി വന്നത്. യദുകുലത്തിൽ ജനിച്ചവരിൽ ഈ ഞാൻ ഒരുത്തനല്ലാതെ ഇങ്ങനെ യുദ്ധത്തിൽ നിന്ന് ഓടിയവൻ വേറെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. വല്ലാത്ത വിഷമായിട്ട് ഇങ്ങനെ പറയും പ്രദ്യുമ്നൻ. വേറെ ഒരാളും ഉണ്ടായിട്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല. കിം नु വക്ഷേ അഭിസംഗമ്യ പിതരൗ രാമകേശവൗ യുദ്ധാൽ സമ്യക് അവക്രാന്ത പൃഷ്ടസ്തത്രാത്മനക്ഷമം. യുദ്ധത്തിൽ നിന്ന് അപകടമൊന്നും കൂടാതെ ഓടി വന്ന ഞാൻ എന്റെ പിതാക്കന്മാരായ ബലരാമന്റെയും കൃഷ്ണന്റെയും അടുത്ത് പോയി നിൽക്കുന്ന സമയത്ത് യുദ്ധം എങ്ങനെയാ അവസാനിച്ചത്, എങ്ങനെയായിരുന്നു യുദ്ധം എന്ന് അവര് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? എന്റെ അവസ്ഥയ്ക്ക് ഹാനി വരില്ല. ലജ്ജാകരമായ ഒരവസ്ഥയിലല്ലേ ഞാനിപ്പോ. നീ കാരണല്ലേ എനിക്ക് ഇങ്ങനെ വന്നത്. വ്യക്തം മേ കഥയിഷ്യന്തി ഹസന്ത്യോ ഭ്രാതൃജാമയ ക്ലൈബ്യം കഥം കഥം വീര തവാന്യൈ കഥ്യതാമൃതേ. എന്റെ സഹോദരന്മാരുടെ ഭാര്യമാര് യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയിരിക്കുന്ന എന്നെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട്, ഹേ വീര, ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന സമയത്തെ നിന്റെ ഈ ധൈര്യമൊക്കെ എവിടെ പോയി? എങ്ങനെയാ നിനക്ക് ഇങ്ങനെ അധൈര്യം ബാധിച്ചത് എന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കില്ലേ? അവരെന്നെ പരിഹസിക്കാതിരിക്കില്ല നിശ്ചയം. അങ്ങനെ വളരെ വിഷമായിട്ട് പ്രദ്യുമ്നൻ പറയുന്നു. അപ്പൊ സാരഥി പറഞ്ഞു, ധർമ്മം വിജാനദായുഷ്മൻ കൃതമേതന്മയാ വിഭോ സൂത കൃച്ഛ്രഗതം രക്ഷേൽ രഥിനം സാരഥിം രഥി. സാരഥി പറഞ്ഞു, ഹേ ആയുഷ്മൻ, ഹേ വിഭോ, ഞാൻ ധർമ്മത്തെ നന്നായിട്ട് അറിഞ്ഞിട്ടാണ് ഇങ്ങനെ പ്രവർത്തിച്ചത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്വാമിയെ ഉപേക്ഷിക്കാൻ പാടില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആയുഷ്മൻ എന്ന് സംബോധന ചെയ്തത്. ആ യുദ്ധത്തിലെ ധർമ്മം അത് എന്താണെന്ന് വെച്ചാൽ, രഥ യുദ്ധ സമയത്തില് സ്വാമിക്ക് കഷ്ടം നേരിട്ടാൽ, അതായത് ശത്രുവിന്റെ പ്രഹരണം കൊണ്ട് ഇതുപോലെ മോഹാലസ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ സൂതൻ രക്ഷിക്കണം. അതാണ് ധർമ്മം. എന്നാൽ സൂതന് ഇതുപോലെ എന്തെങ്കിലും ആപത്ത് നേരിട്ടാൽ സ്വാമിയും രക്ഷിക്കണം. ഇതാണ് യുദ്ധധർമ്മം. ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് വിഭോ ഞാനിങ്ങനെ ചെയ്തത് എന്ന് സൂതൻ മറുപടി പറഞ്ഞു. ഏതത് വിദിത്വാതു ഭവാൻ മയാപോവാഹിതോരണാത് ഉപസൃഷ്ട പരേണേതി മൂർച്ഛിതോ ഗദയാ ഹത. ഹേ വിഭോ, ഞാൻ ഈ യുദ്ധധർമ്മം അറിഞ്ഞിട്ട് തന്നെയാണ് യുദ്ധഭൂമിയിൽ നിന്ന് അങ്ങയെ ദൂരത്ത് കൊണ്ടുപോകുന്നത്. ശത്രുവിന്റെ ഗദ കൊണ്ടുള്ള അടി വളരെ ഗുരുതരമായിരുന്നു. എങ്കിലും അങ്ങയുടെ ആയുസ്സിന് യാതൊരു തരക്കേടും വന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ ഇവിടെ കൊണ്ടുവന്ന് രക്ഷിച്ചത് എന്ന് സൂതൻ വളരെ സമാധാനപരമായിട്ട് പറഞ്ഞപ്പോ പ്രദ്യുമ്നന് കുറച്ച് ആശ്വാസമായി. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സാൽവയാദവ യുദ്ധ നിരൂപണം നാമ ഷട്സപ്തതിതമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 76-ാമത്തെ അധ്യായം ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.